പാലക്കാട് ചെർപ്പശ്ശേരിയിൽ സ്കൂളിന്റെ ചുറ്റുമതിൽ ഇടിഞ്ഞു വീണു. ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിന്റെ ചുറ്റുമതിലാണ് തകർന്നു വീണത്. നേരത്തെ 2 പ്രാവശ്യം ഈ ഭാഗത്തെ മതിൽ തകർന്നിരുന്നു. ഇതോടെ തൊട്ടടുത്തുള്ള റോഡിലൂടെ യാത്ര ദുരിതത്തിൽ. കഴിഞ്ഞ കാലവർഷത്തെ സമയത്തും ഇതേ സ്ഥലത്ത് ഇതേ സമയത്ത് ഈ മതിൽ ഇടിഞ്ഞു വീണ് ഇതേപോലെ ദുരിതമുണ്ടായതാണ്. അന്ന് ഇവരോട് ബന്ധപ്പെട്ടവരോട് പറഞ്ഞതാണ്, നിങ്ങൾ ഈ മതിലിടിയാൻ എന്താണോ കാരണം അതിനുള്ള പ്രതിവിധിയാണ് കാണേണ്ടത്. അല്ലാതെ ക്യാൻസറിന് പാരസെറ്റമോൾ കഴിക്കുന്ന പോലെ ഉള്ള പ്രവർത്തനമായിട്ട് മുന്നോട്ട് പോയാൽ അടുത്ത മഴയ്ക്ക് ഈ മതിൽ വീണ്ടും വീഴുമെന്ന് ഇതിന് ബന്ധപ്പെട്ടവരെ അറിയിച്ചിരുന്നതാണ്. 6.5 കോടി രൂപ മുതൽ മുടക്കിയിട്ടാണ് ഈ ഹൈസ്കൂളിന്റെ ചുറ്റുമതിൽ കേടുപാടുകൾ തീർത്തിയിട്ടുള്ളത്. ഇന്ന് വീണ്ടും അത് ആ പൈസ മുഴുവൻ സാധാരണക്കാരന്റെ നികുതി പണം മുഴുവൻ മണ്ണിനടിയിലായിരിക്കുകയാണ്. അന്ന് തന്നെ എയോടും വാർഡ് കൗൺസിലറോടും വളരെ വ്യക്തമായി പറഞ്ഞു, ഈ മഴവെള്ളം ഒഴുകിപ്പോകുന്നുള്ള സാഹചര്യം ഉണ്ടായില്ലെങ്കിൽ ഈ മതിൽ വീണ്ടും ഇടിയുമെന്ന് അവരുടെ രേഖാമൂലം ആവശ്യപ്പെട്ടതാണ്. അതിനോട് വിമുഖത കാണിച്ചതുകൊണ്ട് മാത്രമാണ് ഇന്ന് സംഭവിച്ചിരിക്കുന്നത്. സാജിദ് അജ്മൽ വിവരങ്ങൾ നൽകും. സാജിദ്, 6.5 കോടിയുടെ ചുറ്റുമതിലോ? അജിൻസ്, ഈ അത്ര ശക്തമായ മഴയൊന്നും ചെർപ്പളശ്ശേരി ഉൾപ്പെടെ ഭാഗങ്ങളിൽ ഇല്ല. പക്ഷേ ഈ മതില് ഇടിഞ്ഞ് വീണിരിക്കുന്നു. അവർ പണവുമായി ബന്ധപ്പെട്ട് എത്ര കോടി ചെലവാക്കി എന്നതിൽ ഒരു വ്യക്തത ഇനിയും വരേണ്ടിയിരിക്കുന്നു. എന്തായാലും 3ാം തവണയാണ് ഈ ചുറ്റുമതിൽ പൊളിഞ്ഞു വീഴുന്നത്. ഇതിന്റെ പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത് ചെർപ്പളശ്ശേരി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ വലിയ സ്കൂളാണ്. ഇതിന് ചുറ്റും വലിയ ചുറ്റുമതിലുണ്ട്. ആ പുറകു ഭാഗത്തേക്ക് വെള്ളം ഒഴുകി പോകാനുള്ള ഒരു സംവിധാനമില്ല. അങ്ങനെ വെള്ളം ഒഴുകി പോകാതെ നേരെ വന്ന് ഈ മതിലിൽ തങ്ങി നിൽക്കുകയും ആ മതിൽ അങ്ങനെ ഇടിഞ്ഞു വീഴുകയുമാണ് ചെയ്യുന്നത്. നേരത്തെ തന്നെ നാട്ടുകാർ അവിടെ പണി നടക്കുന്ന സമയത്ത് ഇത് പരാതിയായി പറഞ്ഞിരുന്നു. വെള്ളം ഒഴുകി പോകുന്നതിനുള്ള സംവിധാനങ്ങൾ ഒരുക്കിയതിന് ശേഷം മതിൽ നിർമ്മാണം നടത്തണമെന്ന്. പക്ഷെ അത് ചെയ്യാതെ മതിൽ നിർമ്മിച്ചതാണ് വീണ്ടും ഈ മതിൽ ഇടിഞ്ഞു വീഴാൻ കാരണമായത്. എന്തായാലും ചെർപ്പശ്ശേരി നഗരസഭയാണ് ഈ മതിൽ നിർമ്മിച്ചത്. ആ മതിലാണ് ഈ 3ാം തവണയും ഈ രീതിയിൽ വീണിരിക്കുന്നത്. അതുവഴി ഒരു ഇംഗ്ലീഷ് മീഡിയം സ്കൂള്, അതോടൊപ്പം തന്നെ നിരവധി വീടുകൾ അടക്കമുള്ള റോഡാണ്. ആ റോഡിലുള്ള ആളുകൾക്ക് യാത്രാ ദുരിതം തുടരുകയാണ്. ഇനി പൂർണ്ണമായും ഈ കല്ലുകളും മറ്റും എടുത്തു മാറ്റിയാൽ മാത്രമേ അവിടെ ഈ യാത്ര പൂർവ്വസ്ഥിതിയിലാകൂ. അതോടൊപ്പം തന്നെ ബാക്കി ഭാഗം അതിൽ ഇടിഞ്ഞു വീഴുമോ എന്നൊരു ഭീതിയും നാട്ടുകാർക്കുണ്ട്. ശരി സാജി.